നമസ്കാരം. സംസ്ഥാനമാകെ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം നമ്മളൊരു വീഡിയോ ആയി ചെയ്തിരുന്നു. ഇത്തവണ നമുക്ക് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ 15 വർഷമായി വോട്ടിംഗ് രീതിയും അതിന്റെ ചായ്വും ചെരിവും ഒക്കെ എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ആദ്യം 2011 CPM-ന്റെ സി കൃഷ്ണനാണ് പയ്യന്നൂരിൽ വിജയിക്കുന്നത്. 78,116 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അത് ആകെ വോട്ടിന്റെ 59.78%. ഇനി 2016 എത്തുമ്പോൾ സി കൃഷ്ണന്റെ തന്നെ സെക്കൻഡ് ടേം ആണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയമാണത്. 83,226 വോട്ടുകളാണ് ശ്രീകൃഷ്ണൻ സ്വന്തമാക്കിയത്. അത് ആകെ വോട്ടിന്റെ 58.02%. ഇനി 2021 എത്തുമ്പോഴേക്കും ടി മധുസൂദനനാണ് CPM-ന്റെ കാൻഡിഡേറ്റ്. ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ സമയമാണ്. 93,695 വോട്ടുകളാണ് ടി മധുസൂദനൻ നേടിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് സി കൃഷ്ണനേക്കാൾ 4.47% വോട്ടിംഗ് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെ വോട്ടിന്റെ 62.49% ടി മധുസൂദനൻ അത്തവണ നേടിയത്. കോൺഗ്രസിന്റെ കാര്യം വരികയാണെങ്കിൽ UDF ഈ 2011 കാലഘട്ടത്തിൽ UDF-ന്റെ കെ ബ്രിജേഷ് കുമാറാണ് കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. 45,992 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. ആകെ വോട്ടിന്റെ 35.20% അത് 2016 എത്തുമ്പോഴേക്കും സാജിദ് മൗവാലാണ് UDF-ന് വേണ്ടി കാൻഡിഡേറ്റ് ആയത്. അദ്ദേഹത്തിന് 42,963 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. ആകെ വോട്ടിന്റെ 29.95%. 2021 എത്തുമ്പോഴേക്കും എം പ്രദീപ് കുമാറാണ് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായത്. 43,915 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. അത് ആകെ വോട്ടിന്റെ 29.29%. ഇനി BJP-യുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷമായി പയ്യന്നൂരിൽ BJP-യുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. BJP-ക്ക് 2011 BJP-യുടെ സ്ഥാനാർത്ഥിയായി CK രമേശനാണ് വന്നത്. അദ്ദേഹം 5,019 വോട്ടുകളാണ് നേടുന്നത്. ആകെ വോട്ടിന്റെ 3.84% മാത്രമാണത്. അവിടെ നിന്ന് 2016 എത്തുമ്പോഴേക്കും BJP-ക്ക് ആനിയമ്മ എന്നൊരു സ്ഥാനാർത്ഥി വരുന്നു. 15,341 വോട്ടുകളാണ് ആനിയമ്മ അത്തവണ നേടുന്നത്. അത് BJP-യെ സംബന്ധിച്ച് വലിയൊരു കുതിച്ചുചാട്ടമാണ്. 10.69, ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. 10.69 BJP-യുടെ ചരിത്രത്തിൽ തന്നെ പയ്യന്നൂരിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വോട്ടിംഗ് നില എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ നിന്ന് ഇത് 2021 എത്തുമ്പോഴേക്കും അഡ്വക്കേറ്റ് KK ശ്രീധരനാണ് പയ്യന്നൂരിൽ മത്സര രംഗത്തുണ്ടായത്. 11,308 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് 7.54% മാത്രം. അത്തരത്തില് ഈ ആനിയമ്മയുടെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് KK ശ്രീധരനിലേക്ക് എത്തുമ്പോഴേക്കും വോട്ട് വളരെ കുറഞ്ഞിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു ചിത്രം 2021 ആകുമ്പോഴേക്കും LDF-ന്റെ ഭൂരിപക്ഷം 49,780 ഏകദേശം 1,00,000 ഭൂരിപക്ഷം അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് LDF. അതുപോലെ തന്നെ BJP-യുടെ കാര്യത്തിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആനിയമ്മയുടെ കാലവും പിന്നെ അഡ്വക്കേറ്റ് KK ശ്രീധരൻ ആകുമ്പോഴേക്കും ഒരു കുറവ് വന്നു എന്ന് പറയുകയാണെങ്കിൽ ഈ 15 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ക്രമാനുഗതമായ ഒരു വളർച്ച തന്നെയാണ് BJP മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. പക്ഷേ UDF-ന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും നേരെ വിപരീതമായി ക്രമാനുഗതമായ ഒരു താഴ്ചയിലേക്കാണ് UDF പോയിരിക്കുന്നത്. 2021 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഏവരും കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ടി മധുസൂദനന്റെയൊക്കെ സെക്കൻഡ് ടേം ആണ്. UDF-ന്റെ പിന്തുണയോടുകൂടി V കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BJP-യുടെ AP ഗംഗാധരനാണ് മത്സര രംഗത്തുള്ളത്. ഏവരും കാത്തിരിക്കുന്ന വാശിയേറിയ ഒരു പോരാട്ടം തന്നെ മണ്ഡലത്തിൽ കാണാൻ സാധിക്കും.
അപ്പൊ ഈ പുതിയ തെരഞ്ഞെടുപ്പും അതിന്റെ റിസൾട്ടും എങ്ങനെയായിരിക്കും എന്നുള്ള വലിയ ജിജ്ഞാസയിൽ തന്നെയാണ് ഏവരും ഉള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ.